வீட்டுக்கு வீட்டுக்கு மாசப்படி வேணும், தெருக்கூத்துக்கும் பாட்டுக்கும் தாளம் ததி வேணும். ஒரு தாளமில்லா பாட்டும் ഒരു വാസമില്ല വീടും തരികിട തരികിട തരികിടത്തും இந்த വീട്ടുക്ക് വീട്ടുക്ക് മാസപ്പടി വേണം. ഇത് കിഴക്ക് വാസൽ എന്ന തമിഴ് വേഷം പടത്തിൽ നമ്മുടെ SP മുത്തുരാമൻ്റെ മകൻ കാർത്തിക് ഡാൻസ് ചെയ്ത് അഭിനയിക്കുന്ന ഒരു പാട്ടാണ്. പാടിയത് ഇളയരാജ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുപാട്ട് ഈ പാട്ട് ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ, മാസപ്പടി സർക്കാർ എന്നറിയപ്പെടുന്ന രണ്ടാം പിണറായി സർക്കാർ 4 വർഷം കഴിഞ്ഞ് 5ാം വർഷത്തിൽ പ്രവേശിക്കുകയാണ്. കാരണഭൂതൻ്റെ ഭരണം തുടങ്ങിയിട്ട് 9 കൊല്ലം പൂർത്തിയായി. ഈ ഏപ്രിൽ 21 മുതൽക്ക് മെയ് 23 വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസത്തെ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ടി കേരള സർക്കാർ 25,91,00,000 രൂപ മാറ്റിവെച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ധനകാര്യ വകുപ്പിൻ്റെ ഉത്തരവ് കണ്ട് അതിൻ്റെ ഒരു കോരിത്തരിപ്പ് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ ഖജനാവിൽ കാശില്ല എന്നാണ് മന്ത്രി ബാലഗോപാൽ പറയുന്നത്. സത്യവും അതാണ്. ഖജനാവിൽ കാശില്ല, മന്ത്രിമാരുടെ ദൂരത്തിന് കാശില്ല, ആർഭാടത്തിന് കാശില്ല, പിന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാശില്ല, കേന്ദ്രം തരുന്നില്ല, കേന്ദ്ര ഫണ്ടുകൾ പലതും തടഞ്ഞു വച്ചിരിക്കുകയാണ്. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ബാലഗോപാൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് മാത്രമേ അറിയൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും സർക്കാരിനെതിരെ നടത്തിയ ഒരു സമരത്തിൽ പങ്കെടുത്ത വാർത്ത നമ്മൾ കണ്ടതാണ്. കാരണം UGC പ്രകാരമുള്ള കാശ് കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്. അതാണ് പാവം ആശാ പ്രഭാകരൻ്റെ ദുഃഖത്തിന് കാരണം. അങ്ങനെ സ്വന്തം വീട്ടിൽ തന്നെ പ്രതിപക്ഷത്തെ നേരിടേണ്ടി വരുന്ന ആദ്യത്തെ ധനകാര്യമന്ത്രിയാണ് സഖാവ് KN ബാലഗോപാൽ. പിന്നെ ബാലഗോപാൽ ഒരു തറവാടി ആയതുകൊണ്ടും കിരിയാത്ത് നായരായതുകൊണ്ടും സമുദായത്തിൽ പ്രമാണി ആയതുകൊണ്ടും അങ്ങനെ 2 തലം കൂട്ടിമുട്ടിച്ചു കൊണ്ടുപോവുകയാണ്. ഇവിടെ സർക്കാരിൻ്റെ ചെലവിന് കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് കാരണഭൂതൻ്റെ 4ാം വാർഷികത്തിന് വേണ്ടി 25,91,00,000 മാറ്റിവെക്കേണ്ടി വന്നത്. ഈ കാശ് എവിടെ നിന്നുണ്ടാവുമെന്ന് ചോദിച്ചാൽ അത് കാരണഭൂതൻ്റെ വീട്ടിൽ നിന്ന് വിടില്ല. കമല ടീച്ചർക്ക് സ്ത്രീധനം കിട്ടിയ കാശിൽ നിന്നും എടുക്കില്ല. അത് കാശ് നമ്മൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന്, അതായത് കേരള ബാങ്കിൽ നിന്ന് കടം കൊടുക്കുക, അല്ലെങ്കിൽ ചെത്തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് വായ്പ എടുക്കും. അതുമല്ലെങ്കിൽ കേന്ദ്രത്തിൽ നമ്മൾ ചുരക്കത്തുണ്ടുമായിട്ട് പോകും. അവിടെ നിന്ന് ഇരന്ന് കിട്ടുന്ന കാശ് കൊണ്ടുവന്നിട്ട് ഈ ഒരു മാസത്തെ അതിഗംഭീരമായ ആഘോഷം നടത്തും. ആഘോഷ പരിപാടികൾ ഏപ്രിൽ 21 തീയതി കാസർഗോട്ട് ആരംഭിക്കുകയാണ്. മെയ് 23 തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാമാരുണ്ടല്ലോ, ആശാ പ്രവർത്തകർ അല്ലെങ്കിൽ ആശാ വർക്കേഴ്സ്, അവരുടെ ഒരു തിരുവാതിര കളി കൂടി സംഘടിപ്പിക്കും. ഇന്നീ പാർട്ടി ഭൂമിയിലാകെ പ്രശോഭിക്കാൻ കാരണഭൂതൻ നമ്മുടെ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്ന ഒരു കൈകൊട്ടിക്കളിയും കൂടി ഉണ്ടെങ്കിൽ, അഥവാ തിരുവാതിര കളി ഉണ്ടെങ്കിൽ ഈ ചടങ്ങുകൾ ഒന്നുകൂടി മൂടി പിടിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. മാത്രമല്ല, ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോഴാണല്ലോ നമ്മൾ നവകേരള സദസ്സ് നടത്തി. അങ്ങ് മഞ്ചേശ്വരം മുതൽക്ക് പാറശാല വരെയും നവകേരള സദസ്സ് നടത്തിയിട്ട് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ വളരെ പെട്ടെന്ന് എത്തി. ജനങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കാൻ കഴിയും. മന്ത്രിമാർ ഈ മെമ്മോറാണ്ടം കൈകൊണ്ട് തൊട്ടില്ല, ഉദ്യോഗസ്ഥന്മാർ വഴി ശേഖരിക്കും. ഇവർ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പ്രസംഗിക്കും. അത് കേട്ട് സഖാക്കൾ കൈയടിക്കും. പിന്നെ DYFIക്കാരുടെ ജീവൻ രക്ഷാപ്രവർത്തനം അരങ്ങേറി. ആ സമയത്ത് അടിമാലിയിൽ മറിയക്കുട്ടി പിച്ചച്ചട്ടിയുമായിട്ട് ക്ഷേമ പെൻഷന് വേണ്ടി തേടുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടി കഴിഞ്ഞു. പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തി. 20ൽ 19 സീറ്റിൽ നമ്മൾ വിജയകരമായിട്ട് തോറ്റു. പരാജയം തോൽവിയുടെ മുന്നോടിയാണ് എന്ന ആപ്തവാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ സർക്കാരിന് വിജയ കിരീടം അണിയിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി നടത്തുന്നത്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തണമല്ലോ, ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാട് വിടുന്നത്. നഗരങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ വിജയൻ സഖാവിൻ്റെ വമ്പിച്ച കട്ടൗട്ടുകൾ സ്ഥാപിക്കും, ഹോർഡിങ്ങുകൾ വെക്കും. കാരണഭൂതൻ്റെയും മരുമോൻ്റെയും കൂടിയുള്ള കേരളം എങ്ങനെ പുരോഗമിച്ചു, വിജയഭരണത്തിൽ എങ്ങനെ സംസ്ഥാനം നമ്പർ 1 തുടരുന്നു, പിന്നെ ഏറ്റവും അധികം കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന നേട്ടം ഇദ്ദേഹം കൈവരിച്ചു കഴിഞ്ഞു. ഈ കെ കരുണാകരൻ്റെ റെക്കോർഡും
മറികടന്നു. ഇനി പി.കെ. നായനാർ മാത്രമേ പുള്ളിയുടെ മുമ്പിലുള്ളൂ, ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായിരുന്ന ആൾ എന്നുള്ള നിലയ്ക്ക്. മൂന്നാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമായാൽ ആ റെക്കോർഡും ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ കുറിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഫ്രം വിക്ടറി ടു വിക്ടറി എന്ന് പറഞ്ഞൊരു പഴയ ചൈനീസ് സിനിമയുണ്ട്. അതുപോലെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുന്ന വിജയേട്ടൻ്റെ ഭരണം, ആ ഭരണത്തിൻ്റെ മേന്മ അത് ജനങ്ങളിലെത്തിക്കാൻ, ഗ്രാമാന്തരങ്ങളിലെത്തിക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഖജനാവിൽ കാശില്ല, റേഷൻ കൊടുക്കാൻ കാശില്ല, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, KSRTCക്കാർക്ക് ശമ്പളം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്ന് കരുതി ആരും വിഷമിക്കരുത്. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണഭൂതൻ്റെ 9ാം വാർഷികം അഥവാ 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സത്യം ഉൾക്കൊണ്ടാൽ പിന്നെ മനപ്രയാസത്തിന് യാതൊരു അവകാശവുമില്ല. വീട്ടിക്ക് മാസപ്പടി വേണം എന്ന് പറയുമ്പോൾ ആ ക്ലിഫ് ഹൗസിലാണ് ആദ്യം മാസപ്പടി കിട്ടുന്നത്, പിന്നീട് ബാക്കി മന്ത്രിമാരുടെ ആയിട്ട് ഉദ്യോഗസ്ഥന്മാർ, അതും കഴിഞ്ഞിട്ട് വേണം സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തർക്കും കിട്ടാനായിട്ട്. അപ്പോൾ മാസ പെൻഷൻ കുറച്ച് ചിലർക്ക് വൈകാം, ശമ്പളം ചിലപ്പോൾ വൈകാം, പക്ഷേ മാസപ്പടി വൈകാൻ പാടില്ല. മാസപ്പടി സർക്കാർ നീണാൾ വാഴട്ടെ. വിപ്ലവം തോക്കിൻകൂടലിലൂടെ വന്നാലും വന്നില്ലെങ്കിൽ വിപ്ലവം ജനങ്ങളുടെ ഉത്സവമാണ് എന്ന് സഖാവ് മാവോ സേതുങ് പറഞ്ഞതിനും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മാസപ്പടി സർക്കാർ നീണാൾ വാഴട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.